ഒരു മോശം എക്സ്പീരിയൻസ് നമുക്ക് റിലേഷൻഷിപ്പിൽ നിന്ന് ഉണ്ടായി എന്നുള്ളതല്ല, നമ്മൾ സെലക്ട് ചെയ്ത പേഴ്സണ് അതിനുള്ളൊരു കെൽപ്പ് ഉണ്ടായിരുന്നു എന്നതിലാണ് നമ്മുടെ വീഴ്ച. അതുകൊണ്ട് ആളെ ചൂസ് ചെയ്യുന്ന സമയത്ത് കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. ബ്രേക്കപ്പിന് ശേഷം ഗേൾസിനെ സ്ലട്ട് ഷെയിം ചെയ്യുക എന്നുള്ളത് ബോയ്സിന്റെയും ബോയ്സിനെ കേഴ്സ് ചെയ്യുക എന്നുള്ളത് ഗേൾസിന്റെയും റൈറ്റ്സ് ആണ് കേരളത്തിൽ. അതുകൊണ്ട് നിങ്ങളെ ഒരാൾ ഫിസിക്കലി യൂസ് ചെയ്തിട്ടില്ല, ഇമോഷണലി ഡ്രെയിൻ ഔട്ട് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ബി കോൺഫിഡന്റ്. ഇൻ കേസ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ യു വിൽ ബി ഗോണ സഫർ ഫോർ ഇറ്റ്. പിന്നെ ക്ലാരിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓപ്പോസിറ്റ് നിൽക്കുന്നയാൾ മുമ്പോട്ട് വെച്ച നാടകത്തിലെ പല തിരക്കഥകളുടെയും ചുരുളുകള് അവരുടെ ലൈഫ് കൊണ്ട് തന്നെ അവർ പ്രൂവ് ചെയ്യും. അത് കുറച്ച് സമയം എടുക്കും, ബട്ട് ഇറ്റ് വിൽ ഗിവ് യു പീസ് ആൻഡ് ദ സ്ട്രെങ്ത് ടു മൂവ് ഓൺ. ദെൻ ചൂസിംഗ് ദ ഹീലിംഗ് ഓവർ ദ ഹെയ്റ്റ്. ഇറ്റ്സ് യുവർ ടേൺ ടു സറണ്ടർ ടു എ ഹയർ പവർ. ഒരു മാരേജോ ഒരു ബ്രേക്കപ്പോ ഒന്നിന്റെയും അവസാനമല്ല, എല്ലാത്തിന്റെയും തുടക്കം മാത്രമാണ്. പിന്നെ ഒരു സോറി വേണമെങ്കിൽ നമ്മളോടും പറയാം. നമ്മുടെ ഇമോഷണൽ ബൗണ്ടറീസ് ഒക്കെ ക്രോസ് ചെയ്തിട്ട് ഡിസേർവിംഗ് അല്ലാത്ത ഒരാളെ അങ്ങോട്ട് കടത്തി വിട്ടതിനും സ്വയം ഹേർട്ടഡ് ആയതിനും ഒക്കെ. ആൻഡ് താങ്ക്സ് ടു ദ യൂണിവേഴ്സ് ദാറ്റ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെ ഒന്ന് റീഡയറക്ട് ചെയ്തു.